അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ച് ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിമാർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും കുടുംബത്തോടൊപ്പമാണ് അയോധ്യയിലെത്തിയത്. നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, യു പിയിലൊക്കെ സ്നാനഘട്ടങ്ങളിലേക്കൊക്കെ എത്തുന്ന അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെയും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം ഒരു പുതുമയുള്ള കാര്യമല്ല. എങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്ഷേത്ര സന്ദർശനത്തിന് അത്തരത്തിൽ കൂടിയൊരു പ്രാധാന്യമില്ലേ? ഗോകുൽ, ഉറപ്പായും അത്തരത്തിലൊരു പ്രാധാന്യം ഈ ഒരു സന്ദർശനത്തിനുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിമാർ, പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് മാനുമാണ് ഇന്നിപ്പോൾ കുടുംബസമേതോടൊപ്പം അയോധ്യ രാമക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നത്. നേരത്തെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന് ക്ഷണം ലഭിച്ചിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ പോയിരുന്നില്ല. പിന്നീട് കുടുംബത്തോടൊപ്പം സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം വിവരണാത്മകമായ ഒരു ശാന്തത അനുഭവപ്പെട്ടു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. എല്ലാവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിച്ചെന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രതികരിച്ചു. ദീർഘകാലമായുള്ള ആഗ്രഹമാണ് പൂർത്തിയാക്കിയതെന്നും ഭഗവന്ത് മാൻ ഇന്നിപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രതിപക്ഷ നിരയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലുള്ള കോൺഗ്രസ് നേതാക്കളും കൂടാതെ MLA മാരും ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം, അയോധ്യ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ ക്ഷേത്ര ദർശനം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അയോധ്യയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ശരി, ഏതായാലും പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും അതിനുശേഷം ദർശനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അത് ഭഗവന്ത് മാനോടൊപ്പം ചേർന്ന് അരവിന്ദ് കെജ്രിവാൾ രാമക്ഷേത്രം ദർശനം നടത്തിയിരിക്കുകയാണ്.